എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടൊരു ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ട്രെയിനിങ് ബാംഗ്ലൂർ വെച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം എയർപോർട്ടിന് ഫ്രണ്ട് സൈഡാണ് ഇത്, പണി നടക്കുകയാണ്. നമ്മുടെ കൂടെ 2 പേരുണ്ട്. ഇപ്പോൾ ഒരാൾ ഇവിടെ എത്തിയിട്ടുള്ളൂ, ഗോഡ്വിനാണ്. തൃശ്ശൂറാണ് വീട്, നമ്മുടെ കൂടെ തന്നെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യണതാണ്. നമ്മളിത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ട് T1 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഡൊമസ്റ്റിക് സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം റിനോവേഷൻ നടക്കുകയാണ്. നമ്മളിപ്പോഴേ അകത്ത് കയറുന്നില്ല. നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റാണ്. അത് ഇവിടുന്ന് 8:55-നാണ്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വേറൊരാൾ കൂടി ഉണ്ടല്ലോ, ആൾ വരുമ്പോഴത്തേക്ക് ഒന്നിച്ച് കയറാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്ലബ് സുലൈമാനി ഉണ്ട്, അവിടെ പോയി ചായ കുടിക്കാനാണ് പോകുന്നത്. നമ്മുടെ കൂടെ പോകുന്ന 3-ാമത്തെ ആൾ ദേ വരുന്നുണ്ട്. എൻ്റെ പേര് ജിബിൻ എന്നാണ്. നമുക്കിനി എന്തായാലും അപ്പോൾ ഉള്ളിൽ പോകാം. അപ്പോൾ നമ്മളിത് ഈ D1 ഗേറ്റ് വഴിയായിരിക്കും കയറണേ. അവിടെ ആണെങ്കിൽ നമുക്ക് CSFിൻ്റെ ടിക്കറ്റും നമ്മുടെ ID കാർഡും കാണിച്ചിട്ട് വേണം അകത്ത് പോകാനായിട്ട്. നമ്മളപ്പം അകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ ഇനി ചെക്ക് ഇൻ ബാഗ് ഉണ്ട്. അപ്പം ഇവിടെ ഡൊമസ്റ്റിക് എയർപോർട്ട്, ചെറിയ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യുന്നതിനൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി നമ്മുടെ ചെക്ക് ഇൻ ബാഗ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് വരുമ്പോൾ, അതായത് ചെറിയ സ്റ്റേഷൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ നമ്മുടെ ചെക്ക് ഇൻ ബാഗ് ആദ്യം ഇവിടെ എക്സ്റേയിൽ സ്ക്രീൻ ചെയ്യണം. എക്സ്റേയിൽ സ്ക്രീൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്, അതായത് നമ്മൾ കൗണ്ടേഴ്സിൽ പോയി ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എക്സ്റേ സ്ക്രീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാണ്, ചെക്കിൻ കൗണ്ടേഴ്സിലേക്കാണ്. ഇപ്പോൾ ഗോൾഡിന് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വെയിറ്റ് ചെയ്യുന്ന മെഷീൻ, നമ്മുടെ ചെക്കിൻ ബാഗ് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ആകെ 3.5 കിലോ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൗണ്ടേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണുള്ളൂ ക്യൂവിലോട്ട്. നമ്മുടെ ചെക്കിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി SHA ക്രോസ് ചെയ്യാൻ പോവാണ്, അതായത് സെക്യൂരിറ്റി ഏരിയ. ഇവിടെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ സ്ക്രീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. ഇവിടെ ഒന്നും ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ നമ്മളെന്തായാലും ക്യാമറ എടുത്ത് വെക്കുകയാണ്. നമ്മളങ്ങനെ SHA ഒക്കെ ക്രോസ് ചെയ്തു. അപ്പോൾ SHA ക്രോസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഗേറ്റ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 1 ആണ്. അത് ബോർഡിംഗ് പാസിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. ഓൾറെഡി ഫ്ലൈറ്റ് ലാൻഡായി കിടക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 2 ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗേറ്റ്സിലും ഭയങ്കര തിരക്കാണ്. നമ്മളെന്തായാലും ലാസ്റ്റേ പോകുന്നുള്ളൂ. നമുക്കെന്തായാലും ഗേറ്റ് നമ്പർ 1 പോകേണ്ടത്. ഇത് അങ്ങേ എൻഡിലാണ് ഗേറ്റ് നമ്പർ 1. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയാൽ മതി എന്തായാലും. നമ്മളാണെങ്കിൽ ഇത് ലാസ്റ്റ് പോയിൻ്റ് ഓഫ് ചെക്കിംഗ് കൗണ്ടറും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ ഒരു റിക്കൺസിലേഷൻ പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പം SLPC ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫ്ലൈറ്റിലേക്ക് പോകാൻ. അപ്പം നമുക്ക് ബസ്സിൽ കയറിയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഇത് നമ്മളിരിക്കുന്ന ഏറ്റവും ഫസ്റ്റ് റോ ആണ്. അപ്പോൾ ഇത് ശരിക്കും ബിസിനസ് ക്ലാസ് ആണ്. ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ പുറകോട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കും. ഇപ്പോൾ സമയമാണെങ്കിൽ 8:41 അപ്പോൾ 8:55 സ്റ്റാൻഡേർഡ് ഡിപ്പാച്ചർ ടൈം. കുറേ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല കട്ട് ഫ്രൂട്ട്സ് ആണ്. അപ്പം ഞാനും
ഷിബിനുമാണെങ്കിൽ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചാണ്. അപ്പോൾ സാധനം ഇനി വരത്തേ ഉള്ളൂ, കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ ഫുഡ് ഇത് വന്നിട്ടുണ്ട്. ഇത് സംഭവം എന്താണെന്നുള്ളത് ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ ഫുഡ് കിട്ടിയപ്പോഴത്തെ ഡിലേ ആയിരുന്നു. അപ്പോൾ ലാൻഡിങ് ടൈം ആയ കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈ ടേബിളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും റൂമിൽ ചെന്നിട്ട് ഞാനത് കാണിച്ചു തരാം. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T2ലാണ്. അപ്പം ഇവിടെ ബാംഗ്ലൂരിലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ എല്ലാം ഓപ്പറേറ്റ് ചെയ്യണ T2 എന്ന് തന്നെയാണ്, ടെർമിനൽ 2. നമ്മളപ്പോൾ അറൈവൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബെൽറ്റ് നമ്പർ ഏതാണെന്നുള്ളത് നോക്കണം. ഏതാടാ ബെൽറ്റ് നമ്പർ പറഞ്ഞ് 7 എന്നാണോ പറഞ്ഞത്? ഗൈസ്, ഇപ്പോൾ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ക്യാബ് വരും. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇവിടുത്തെ ബേസ്മെൻറ്റിൽ 10ാമത്തെ നമ്പർ എന്തോ ഉണ്ട്, അവിടെയാണ് നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിത് പിക്കപ്പ് പോയിൻറ്റ് 10ൻ്റെ അവിടെ എത്തി. മിക്കവാറും ആ കിടക്കുന്ന കാറായിരിക്കണം. അപ്പോൾ എന്തായാലും പുള്ളിയോട് ചോദിക്കാം. എന്നിട്ട് അതാണെങ്കിൽ ഇനി റൂമിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ക്യാബ് അതല്ലായിരുന്നു. നമ്മളിപ്പം പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ വണ്ടി നമ്പർ പറഞ്ഞു, 1 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു ക്യാബ് വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മളവരോട് നമ്മുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പം അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൺഫേം ആയി അവരെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാബിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചിക്ജാലയ്ക്ക് അടുത്തുള്ള വോവോ ഹോട്ടൽ എന്ന് പറഞ്ഞിടത്താണ് സ്റ്റേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് കമ്പനി ക്യാബാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ്ങിന് പോകാനും എല്ലാത്തിനും കമ്പനി ക്യാബ് തന്നെ വരും. നമുക്കിപ്പോൾ എന്തായാലും റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കാണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 303 ആണ് റൂം എടുത്തേക്കുന്നത്. 3 പേർക്കും സെപ്പറേറ്റ് റൂമാണ്. 301, 302, 303 അങ്ങനെ 3 റൂമാണ്. അപ്പം അതിൽ ബെഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ്. TV, അതുപോലെ ഒരു ചെറിയ ഫ്രിഡ്ജ്, ടേബിള്, കസേര, പിന്നെ കുറേ ഇവിടെ പാൽപ്പൊടിയും അതും ഇതൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഇലക്ട്രിക് ഹീറ്ററുണ്ട്. പിന്നെന്താ, ഇവിടെ 2 കസേര, ഒരു മിറർ, ടെലിഫോൺ, AC ആണ്, ഫാനും ഉണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു അലമാരയുണ്ട്. അതുപോലെ നമുക്ക് റൂമിനകത്ത് ഇട്ട് കിടക്കാൻ വേണ്ടി ചെറിയ ചപ്പല് പോലത്തെ ഒരു സംഭവം, പിന്നെ ലോണ്ട്രി ബാഗ്. ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. അപ്പുറത്താണ് ഷവറും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ കോമ്പ്, ഷേവിങ് കിറ്റ് സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടവൽസ്, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഒരു ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് ഇവിടെ വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവുകയാണ്. അത് അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോവും. ഞാനത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. സംഭവം എന്താ, ഇത് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ജംഗ്ലി സാൻഡ്വിച്ച് എന്നാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കാം നമുക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് സെർവ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം അത്രയും ടൈം ഡിലേ ആയതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് ഉണ്ട് ആ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ ഫ്രീ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 10:30-11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ ഫ്രീ ആണ്. ഇനി ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡുണ്ട്, വൈകിട്ടും ഫുഡുണ്ട്, അതായത് രാത്രിയും ഫുഡുണ്ട്. 3 നേരം ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടും. അപ്പം നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ അങ്ങനെ
വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണ്, എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.